നമ്മുടെ സഞ്ജു സാംസണെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഒന്ന് പരിഹസിച്ചോ? ആ ഒരു സംശയമുണ്ടോ? എന്നാൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് നിറയുന്നത്. ശ്രീലങ്കൻ പര്യടനത്തിലെ ഫ്ലോപ്പ് ഷോയ്ക്ക് ശേഷം ഇന്ത്യൻ താരം സഞ്ജു സാംസണെ മുൻ ബാറ്റിംഗ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ പരിഹസിച്ചോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത് മുഴുവൻ. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഒരു പുതിയ പോസ്റ്റാണ് ഇതിന് വഴിവെച്ചതും. സച്ചിന്റെ ഈ പോസ്റ്റ് സഞ്ജുവിനെ ഉദ്ദേശിച്ചുള്ളത് തന്നെയാണെന്നാണ് ഒരു വിഭാഗം ക്രിക്കറ്റ് ആരാധകർ വ്യാഖ്യാനിക്കുന്നത്. മലയാളികളിൽ ഈ പോസ്റ്റിന് താഴെ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷം അറിയുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലങ്കയുമായുള്ള കഴിഞ്ഞ 2 2020കളിലും ഡെക്കായാണ് സഞ്ജു ക്രീസ് വിട്ടത്. രണ്ടാം T20 മത്സരത്തിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണറായാണ് അദ്ദേഹം ഇറങ്ങിയത്. പക്ഷേ ഗോൾഡൻ ഡെക്കായി നാണം കെട്ട് ക്രീസ് വിടുകയാണ് ഉണ്ടായത്. അവസാന മത്സരത്തിൽ 3-ാം നമ്പറിൽ സഞ്ജുവിനെ പരീക്ഷിച്ചെങ്കിലും അവിടെയും ക്ലിക്കായില്ല. 4 ബോളുകൾ നേരിട്ട് അദ്ദേഹം 0-ന് തന്നെ മടങ്ങി. തുടരെ 2 ഡെക്കുകളുമായി നാണക്കേടിന്റെ ലിസ്റ്റിലും സഞ്ജു ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജുവിന്റെ ഈ തുടർ ഡെക്കുകളുടെ ക്ഷീണം മാറും മുമ്പാണ് ഡക്കുകളോടൊപ്പം സച്ചിൻ പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താറാവുകൾ കരുകിയിരുന്ന അവയ്ക്ക് ഭക്ഷണം നൽകുന്ന 2 ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഡെക്കുകളെ ഞാൻ കാര്യമായി എടുക്കാറില്ലെന്നായിരുന്നു ചിരിക്കുന്ന ഇമേജിക്കൊപ്പം സച്ചിൻ ഈ പോസ്റ്റിനൊപ്പം കുറിച്ചത്. ഈ സമയത്ത് ഡെക്കുകളോടൊപ്പമുള്ള ഇത്തരം പോസ്റ്റ് സച്ചിൻ ഇട്ടതിലാണ് ചിലരുടെ സംശയം. സഞ്ജുവിന്റെ 2 തുടർ ഡെക്കുകളുമായി ഈ പോസ്റ്റിന് ബന്ധമുണ്ടെന്നും 2 ഫോട്ടോകൾ സച്ചിൻ നൽകിയത് ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നും പോസ്റ്റിന് താഴെ ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട്. സഞ്ജു സാംസണോടൊപ്പമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നായിരുന്നു ഒരു ആരാധകൻ കമന്റ് ചെയ്തത്. പക്ഷേ സഞ്ജുവിന്റെ ആരാധകർക്ക് ഈ കമന്റ് ഒട്ടും രസിച്ചില്ല. മലയാളികളടക്കം ചിലർ ഇതിന് താഴെ തെറി വിളിച്ചിട്ടുണ്ട്. സഞ്ജു സാംസണ് നീതി വേണമെന്നായിരുന്നു പരിഹാസ രൂപേണയുള്ള ഒരു കമന്റ്. മലയാളത്തിലും ചില കമന്റുകൾ സച്ചിന്റെ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാലും വേണ്ടായിരുന്നു സച്ചിയേട്ട എന്നായിരുന്നു മംഗ്ലീഷിലെ ആരാധകന്റെ ഈ കുറിപ്പ്. അതേസമയം ലങ്കയിൽ നിന്നും സഞ്ജു മടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ഏകദിന പരമ്പരയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമല്ല. ഋഷഭ് പന്തും KL രാഹുലുമാണ് വിക്കറ്റ് കീപ്പർമാരായി സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജു ടീമിനൊപ്പം തുടരില്ല. അടുത്ത മാസമാണ് ഇന്ത്യയുടെ അടുത്ത വൈറ്റ് ബോൾ പരമ്പര നടക്കാനിരിക്കുന്നത്. ബംഗ്ലാദേശുമായി നാട്ടിൽ 3 2020കളിലാണ് ഇന്ത്യ കളിക്കുക. ഇതിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. ലങ്കൻ പര്യടനത്തിലെ ഫ്ലോപ്പ് ഷോ അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2020 ലോകകപ്പിൽ സഞ്ജു ടീമിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യക്കൊപ്പം ലോകകപ്പിൽ മുത്തമിടാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല. ഫൈനൽ ഉൾപ്പെടെ എല്ലാ കളിയിലും ഋഷഭാണ് ഇന്ത്യക്കായി വിക്കറ്റ് കാത്തത്. ലോകകപ്പിന് ശേഷം സിംബാബ്വെക്കെതിരെ നടന്ന 5 2020കളുടെ പരമ്പരയിൽ സഞ്ജുവും ടീമിലുണ്ടായിരുന്നു. പക്ഷെ ആദ്യ 2 കളിയിൽ നിന്നും അദ്ദേഹത്തിന് പിന്മാറേണ്ടതായി വന്നു. ശേഷിച്ച 3 മത്സരങ്ങളിലും സഞ്ജു പ്ലേയിങ് 11-ൽ ഇടം പിടിക്കുകയും ചെയ്തു. പക്ഷെ 2 ഇന്നിംഗ്സുകളിലാണ് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. അവസാന മത്സരത്തിൽ തകർപ്പൻ 50യും സഞ്ജു കുറിച്ചിരുന്നു. അതിനുശേഷം ലങ്കൻ പര്യടനത്തിനെത്തിയ അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു.